റിനു ശ്രീധരൻ നമുക്കൊപ്പം ഉണ്ട് പമ്പയിൽ നിന്ന്. റിനു ശ്രീധർ, നേരത്തെ തന്നെ എത്തി പലയിടങ്ങളിലായി ഇരുപ്പുറപ്പിച്ചിട്ടുള്ള ഭക്തരെ അടക്കം നമ്മൾ കാണുന്നുണ്ട്. എല്ലായിടങ്ങളിലും ഇരിക്കുന്ന, നിൽക്കുന്ന, കാത്തിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം. അതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി പൂർണ്ണ സജ്ജമല്ലേ മകരവിളക്ക് ദർശനത്തിനായി പമ്പയിലെ എല്ലായിടങ്ങളും? റിനു. തീർച്ചയായും ഭക്തി സാന്ദ്രമാണ് സന്നിധാനവും അതുപോലെ തന്നെ പമ്പയും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 2 ദിവസമായി പർണശാലകൾ കെട്ടി സന്നിധാനത്തും ഒപ്പം പമ്പയിലും എല്ലാം തന്നെ തങ്ങളുടെ അയ്യപ്പനെ, അതായത് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഭക്തജന ലക്ഷങ്ങൾ കാത്തിരിക്കുന്നു. 2 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ സന്നിധാനത്ത് മാത്രമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കണക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലാണ്. 5:30 ഇവിടെ 12 മണിക്ക് ശേഷം അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. ഇനിയിപ്പോൾ 5:30 ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 5:30 ഇവിടെ നിന്ന് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്ന അയ്യപ്പ ഭക്തരെ ഗണപതി ക്ഷേത്രത്തിലെത്തി വിഘ്നേശ്വരനെ കണ്ടു തൊഴുത മല കയറുവാൻ വേണ്ടി അനുവാദം നൽകുക എന്നുള്ളതാണ്. എന്തായാലും കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിരവധി അയ്യപ്പ ഭക്തർ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കൊപ്പം ഇവിടെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് അക്കരെ KSRTC ബസ്സുകൾ എല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം. കാരണം ഈ 6:40 മകര വിളക്ക് തെളിയിച്ചതിനു ശേഷം മകരവിളക്ക് ദർശന പുണ്യം തേടിയതിനു ശേഷം ഈ അയ്യപ്പ ഭക്തരെല്ലാം തന്നെ ഈ മലയിറങ്ങി പമ്പയിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാ രീതിയിലും സംഭാഷണത്തിൽ ഇടയ്ക്ക് ഒരു അവ്യക്തത ഉണ്ടാകുന്നുണ്ട്. നമുക്കതൊന്ന് പരിഹരിക്കാം. VS രഞ്ജിത്ത് നമുക്ക് പോകുന്നുണ്ട്. VS രഞ്ജിത്ത്, ഒരു മണ്ഡല മകരവിളക്ക് കാലം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇന്നത്തെ വൈകുന്നേരം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണുന്നതോടെയാണ്. മകരനക്ഷത്രത്തെ ദർശിച്ച് തിരുവാഭരണ വിഭൂഷിതനായ ശബരീശനെ കണ്ടു വണങ്ങുന്നതോടെയാണ് ഒരു മണ്ഡലകാലത്ത് ഏറ്റവും അധികം വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് എത്തുന്നത്. ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്, ഭക്തിയുടെ ഒരു വർഷത്തെ നീളുന്ന ഒരു കാത്തിരിപ്പിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്താൻ ഇനി അങ്ങോട്ട് 1 മണിക്കൂറിന്റെ 1.25 മണിക്കൂറിന്റെ അകലം മാത്രമല്ലേ ഉള്ളൂ രഞ്ജിത്ത്? സുജിയ, തീർച്ചയായിട്ടും പൊന്നമ്പലമേട്ടിൽ ധർമ്മശാസ്താവിന്റെ മൂലസ്ഥാനമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ മകരവിളക്കിന്റെ ദിവ്യപ്രഭ തെളിയുന്നതും കാത്ത് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. ശബരിമല സന്നിധാനത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഈ പൊന്നമ്പലമേടെന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തെ ദീപാരാധനയ്ക്ക് പ്രത്യേകത, തിരുവാഭരണം ചാർത്തി സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഭഗവാൻ ധർമ്മശാസ്താവ് ഇന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ ഭഗവാന് ദീപാരാധന തെളിയുന്ന അതേ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ 3 തവണയായി ഈ ദിവ്യപ്രഭ, അഭൗമമായ പ്രകാശത്തിൻ്റെ അനുഗ്രഹം അവിടെ നിന്നുണ്ടാകും. അതിനുവേണ്ടി, അത് കാണുന്നതിനു വേണ്ടി, അത് മാനുഷികമാണോ ദൈവികമാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഭക്തലക്ഷങ്ങൾ ഈ കഠിനമായ മലകയറ്റത്തിൻ്റെ ആത്മഹർഷത്താൽ അവർ അവിടെ നിന്ന് കൈകൂപ്പി തൊഴുത് ശരണമന്ത്രങ്ങളാൽ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ആ ഒരു നിമിഷത്തിൻ്റെ ആ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. മകരവിളക്ക് തെളിഞ്ഞ നിമിഷങ്ങൾക്കകം മാനത്ത് ഉത്രം നക്ഷത്രം തെളിയും. ആ ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ജന്മനക്ഷത്രം കൂടിയാണ്. ആ ജന്മനക്ഷത്ര മകരജ്യോതി ദർശനം കൂടി ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാതെ വയ്യ. ഇന്നത്തെ ദിവസമാണ് ഈ കൃഷ്ണപക്ഷ പഞ്ചമിയിൽ ഉത്രം നക്ഷത്രത്തിൽ ഭാർഗവരാമൻ ഭൂതനാഥനായിട്ട് ഭഗവാനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ആ പ്രതിഷ്ഠിച്ച ദിവസമാണ് മകരവിളക്ക് ദിവസമായി നമ്മൾ പറയപ്പെടുന്നത്. ഈ മകരവിളക്കാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. മകരസംക്രമ ദിവസത്തിന് 2 ദിവസം മുമ്പ് തന്നെ ഈ ശബരിമലയിലെ മുഴുവൻ ശുദ്ധിക്രിയകളും ഒക്കെ ആരംഭിക്കും. സന്നിധാനത്ത് പ്രസാദ ശുദ്ധിക്രിയയാണെങ്കിലും ഹോമശുദ്ധിക്രിയയാണെങ്കിലും ബിംബശുദ്ധിക്രിയ, അത് ചതുശുദ്ധിയും ധാരയും പഞ്ചഗവ്യവും അടക്കമുള്ള ശുദ്ധിക്രിയകൾ തുടങ്ങും. അങ്ങനെ ആ ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കിയാണ് ഇന്നത്തെ തിരുവാഭരണ ഘോഷയാത്ര എത്തി 6:15 മണിയോടുകൂടി 18ാം പടിയിലെത്തി. അവിടെ വെച്ച് തന്ത്രി വര്യനും അതുപോലെ മേൽശാന്തിയും ഒക്കെ ചേർന്ന് ആ തിരുവാഭരണം ഏറ്റുവാങ്ങി അത് ഭഗവാന് ചാർത്തും. ആ തിരുവാഭരണ ഘോഷയാത്രയുടെ 3 പെട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ആ 3 പെട്ടികളിൽ ഏറ്റവും മുമ്പത്തെ പെട്ടിയിലാണ് തിരുവാഭരണം ഉള്ളത്. ആ തിരുവാഭരണത്തിൻ്റെ 1ാമത്തെ പെട്ടിയിലായിട്ട് ഭഗവാന്റെ ആഭരണങ്ങളാണ്. അതിൽ കിരീടമുണ്ട്, മുഖപത്മമുണ്ട്, അതുപോലെ പ്രഭാമണ്ഡലമുണ്ട്, വലിയ ചുരികയുണ്ട്, ആനയും കടുവയും വെള്ളികെട്ടിയ വലംബരി ശംഖുണ്ട്, ലക്ഷ്മി രൂപമുണ്ട്, പൂർണ്ണാപുഷ്കര രൂപങ്ങളുണ്ട്, നവരത്നമാലയുണ്ട്, ശരവാളിമാലയുണ്ട്, അതുപോലെ മണിമാലയുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആഭരണങ്ങളാണ് 1ാമത്തെ പെട്ടിയിലുള്ളത്. 2ാമത്തെ പെട്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ കലശത്തിനുള്ള തൈലക്കുടം ഉൾപ്പെടെയുള്ള
കലശത്തിനുള്ള പൂജാപാത്രങ്ങളൊക്കെയാണ്. മൂന്നാമത്തെ പെട്ടി കൊടിപ്പെട്ടിയാണെന്നാണ് അറിയപ്പെടുക. ഈ കൊടിപ്പെട്ടിയും അതുപോലെ തന്നെ ഭഗവാന്റെ കലശപാത്രങ്ങൾ എന്ന 2 പെട്ടികളും മാളികപ്പുറത്തേക്ക് പോകും. അതുപോലെ ഒന്നാമത്തെ പെട്ടി മാത്രം, അത് തിരുവാഭരണം നിറച്ച പെട്ടിയാണ്. ആ പെട്ടിയാണ് ഭഗവത് സന്നിധിയിലേക്ക് സ്വീകരിക്കുക. അത് ഭഗവാന് ചാർത്തിക്കൊണ്ടുള്ള പൂർണ്ണമായി സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഭഗവാൻ ഇന്ന് പ്രത്യക്ഷപ്പെടുക. നമുക്കറിയാം ശബരിമലയിൽ ഭഗവാൻ പ്രത്യക്ഷനായിട്ടുള്ളത് സർവസംഘപരിത്യാഗിയായിട്ട് ധ്യാനപത്മനായി ധ്യാനപാദത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാനെ സംബന്ധിച്ച് സർവസംഘപരിത്യാഗിയാണ്. പക്ഷേ ഇന്ന് പന്തളം രാജാവിൻ്റെ ഭഗവാന്റെ പിതാവിൻ്റെ ആവശ്യപ്രകാരം ഇന്ന് ഭഗവാൻ സർവാഭരണ വിഭൂഷിതനായി പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ് ഐതിഹ്യം. ആ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി 3 ദിവസം മുമ്പ്, അതായത് ധനു 28-ാം തീയതിയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് 13 വില്ലേജുകൾ താണ്ടി 83 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച്, ഇന്ന് അത്യന്താധുനികമായിട്ടുള്ള എല്ലാ വാഹന സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഴയ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് കാനനപാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ച് ഇവിടേക്ക് എത്തിച്ചേരുകയാണ് തിരുവാഭരണം ചെയ്യുന്നത്. ശബരിപീഠത്തിൽ വെച്ചാണത് ദേവസ്വത്തിൻ്റെ പ്രതിനിധികളും ദേവസ്വം മന്ത്രിയൊക്കെ സ്വീകരിക്കുക. ആ 3 പെട്ടികളും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ദീപാരാധന നടക്കുന്ന സ്ഥലത്തേക്ക് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. നമുക്കറിയാം ഈ മകരസംക്രമ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന കാലഘട്ടമാണ്. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ മംഗളകാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം മഹാഭാരതത്തിൽ അർജുനൻ്റെ ശരമേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹർ മരണം കാത്തു കിടന്നത് ഈ ഉത്തരായനത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം എന്ന വാക്കിന് തന്നെ അർത്ഥം ഭാസിൽ രമിക്കുന്ന, അറിവിൽ ആനന്ദിക്കുന്ന, പ്രകാശത്തിൽ ആനന്ദിക്കുന്ന രാജ്യമെന്നാണ്. ആ പ്രകാശത്തെ സ്വീകരിക്കുന്ന, അറിവിനെ സ്വീകരിക്കുന്ന, വെളിച്ചത്തെ സ്വീകരിക്കുന്ന കാലഘട്ടമായിട്ടാണ്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ അത് പൊങ്കലാണ്, കർണാടകയിൽ സംക്രാന്തിയാണ്, ആന്ധ്രയിൽ സംക്രാന്തിയാണ്, ഉത്തരേന്ത്യയിൽ അത് വർഷപ്രതിപതിയാണ്. ഇങ്ങനെ ഭാരതത്തിൽ എല്ലായിടത്തും ഈ മകരസംക്രാന്തി വലിയ ഉത്സവമാകുന്ന, ഈ പ്രകാശത്തിൻ്റെ ഉത്സവമാണെങ്കിൽ കേരളത്തിൽ അത് വലിയ ഉത്സവമാകുന്നത് ഇന്ന് ഭഗവാന്റെ നക്ഷത്രമുള്ള, അല്ലെങ്കിൽ ഭഗവാൻ ഈ പറയുന്ന ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയിലേക്ക് വിലയം പ്രാപിച്ച ദിവസം എന്ന രീതിയിൽ കൂടിയാണ്. മകരനക്ഷത്രം തെളിയുന്ന വേളയ്ക്കായി കാത്തിരിക്കുകയാണ്. മകരസംക്രമ പൂജ രാവിലെ 9 മണിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ 6:30-ക്കുള്ള മഹാദീപാരാധന, അതൊരു വിശേഷാൽ ദീപാരാധനയാണ്.